കോട്ടയത്ത് ഇപ്പം നമ്മൾ കണ്ടു, അഫാന് 5 പേരെ കൊലപ്പെടുത്തി. ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ഉമ്മ ഇപ്പോഴും മരണത്തിൽ നിന്ന് ഏതാണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉമ്മ പ്രതികരിച്ചു തുടങ്ങി. ഇപ്പം ഈ കൊലപാതകം നടത്തിയിട്ട് അഫാൻ സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുന്നത്, അതും കീ ചെയിനൊക്കെ കറക്കിക്കൊണ്ട് വളരെ നിസ്സാരമായ മട്ടിൽ ഞാനൊരു 5 വാഴക്കൊല അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അത്തരമൊരു മാനസികാവസ്ഥയോടു കൂടിയാണ് അയാൾ, ആ ചെറുക്കൻ, ഈ സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്താണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ഈ അക്രമം യുവാക്കൾക്കിടയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സത്യത്തിൽ ഭയന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്ക്. ഏത് ആൺകുട്ടി എപ്പോഴാണ് പ്രതികരിക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളം. ഇവിടെ കണ്ടില്ലേ, ഇപ്പം അഫാന് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എന്തോ ദൈവഭാഗ്യം കൊണ്ട് അവർക്കൊരല്പം ബോധം വീണ്ടും കിട്ടി. അവരെപ്പോൾ ഡോക്ടറോട് പറയുന്നത്, ഞാൻ കട്ടിലിൽ നിന്നും താഴെ വീണതാണ്, അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന്. ആ ഉമ്മയുടെ മുഖത്ത് ആഴത്തിലുള്ള ഈ ചുറ്റിയ കൊണ്ട് ഇടിച്ച് മുറിവൊക്കെ ഉണ്ട്. അതൊക്കെ മറച്ചു വയ്ക്കാൻ ആ ഉമ്മ എത്ര ശ്രമിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം. അല്പം ബോധമുള്ളൂ, എന്നാൽ പോലും തൻ്റെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ മകനോടുള്ള, ഒരു മക്കളോട് ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സ്നേഹം എത്രത്തോളം ആഴമേറിയതാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് പ്രേക്ഷകരെ നമുക്കെല്ലാം. കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, എത്രയൊക്കെയാണേലും സത്യസന്ധമായ മാതാപിതാക്കളുടെ സ്നേഹം അവഗണിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അഫാന ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും ആ ഉമ്മ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാൻ കട്ടിലിൽ നിന്നും താഴെ വീണതാണെന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കൾ എത്ര വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്താൽ പോലും അതിനെ എത്രത്തോളം മൂടി വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം മൂടി വെച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ എന്തെങ്കിലും അബദ്ധത്തിൽ, അതല്ലെങ്കിൽ അവർ മയക്കുമരുന്നിനോ മദ്യത്തിനോ ഒക്കെ അടിമപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അവരുടെ കുറ്റകൃത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടായിരിക്കരുത്. നമ്മുടെ കുട്ടികളുടെ പ്രവൃത്തി ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കണം. നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം അവരെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അവർക്കും കൂടി ബോധ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം വലിയൊരു വിപത്തിലേക്ക് എത്തിച്ചേരുന്നതിലും ഫലമല്ലേ നമ്മൾ ആദ്യമേ തന്നെ ഈ വേരിലെ തന്നെ മുളയിലേ നുള്ളുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളിൽ ഒന്നാണ്, എപ്പോഴും നല്ല ഊർജ്ജസ്വലതയോടെ ഇരുന്ന കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ വളരെ മൂഡ് ഓഫ് ആകുക, അതല്ലെങ്കിൽ റൂമിനുള്ളിൽ തന്നെ ഇരിക്കുക, ഫോണിന് അഡിക്റ്റായി, അതല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഛേദിച്ചുകൊണ്ട് റൂമിനുള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുക, രാത്രി കാലങ്ങളിൽ വൈകി ഉറങ്ങുക, റൂമിനുള്ളിലേക്ക് ആരെയും കടത്താത്തൊരവസ്ഥ വരിക, പകൽ സമയത്ത് വെറുതെ കിടന്നങ്ങ് ഉറങ്ങും, ഒന്നിലും ഒരു ഊർജ്ജസ്വലത ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ വിരക്തി കാണിക്കുക, ഇനി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ അത് ആർത്തിയോടുകൂടി കഴിക്കുന്ന ഒരവസ്ഥ, കണ്ണിന് താഴെ കറുപ്പ് നിറം വരിക. ഈ സ്ഥിരമായും ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊരു ലക്ഷണമുണ്ട്, ഈ നഖത്തിൻ്റെ സൈഡിലുള്ള ത്വക്കുകൾക്ക് നല്ല കറുത്ത നിറം വരും. അതൊക്കെ ശ്രദ്ധിച്ചു നോക്കണം, രക്ഷിതാക്കൾ ഇതൊക്കെ മനസ്സിലാക്കണം. കുട്ടികളുടെ കണ്ണുകൾക്ക് ചുവന്ന് തുടുത്ത് ഇരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ കൺപോളകൾ വീർത്ത് ഇരിപ്പുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ഒരു മാതാപിതാക്കൾക്ക് മാത്രമേ അവരുടെ കുഞ്ഞുങ്ങളുടെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം നമ്മുടെ കുട്ടികൾ. അത് കൊച്ചു കുട്ടിയാണല്ലോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ല 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു കൊച്ചു കുട്ടിയാകുമ്പോൾ തന്നെ അവൻ ഏതെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. സ്കൂളുകളിൽ പോകുന്ന വഴിക്ക് വെറുതെ പരീക്ഷണത്തിനായിരിക്കും സുഹൃത്തുക്കൾ കൊടുക്കുക, നീ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കടാന്ന്. അത് മേടിച്ച് പരീക്ഷിച്ച് നോക്കുന്ന കുട്ടികൾ പിന്നീട് അതിന് അഡിക്റ്റ് ആകും. അവർക്കത് എങ്ങനെയും അത് കയ്യിൽ കിട്ടാൻ വേണ്ടി അവർ എന്ത് വലിയ ക്രൂരകൃത്യങ്ങളും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ഇവിടെ കാണുന്ന ഈ യുവാക്കൾക്ക്, ഈ അഫാനൊക്കെ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. കാരണം സുഖലോലുപതയിലുള്ള ജീവിതമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പം ധാരാളിത്തത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാട്, അതിനുള്ള സിറ്റുവേഷൻ, അതിനുള്ള പണം കയ്യിലില്ല എങ്കിൽ അവർ ക്രൂരകൃത്യം ചെയ്യും. സ്വന്തം ഉമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് റൂമിൽ പൂട്ടിയിട്ടിട്ട് പിന്നെ 15 കിലോമീറ്റർ അകലെ ചെന്ന് ഉമ്മയുടെ ഉമ്മയെ, ആ 95 വയസ്സുള്ള ആ സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചു, കൊന്നു.
എന്തിന് അവരുടെ ആഭരണം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ളൊരു കാരണമാണ് ഈ പവൻ വെളിപ്പെടുത്തുന്നത്. അവരെ കൊന്നതിന് ശേഷം ആ റൂം പൂട്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഞാനിതൊന്നും ചെയ്തില്ല, ഒരു വാഴക്കൊല അവിടെ വെട്ടി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് കൊല്ലാൻ പോകുന്നത്. സ്വന്തം അച്ഛൻ്റെ സഹോദരനെയും അയാളുടെ ഭാര്യയും നിഷ്പ്രയാസം കൊന്നു. എന്നിട്ട് അവിടുന്ന് റൂം പൂട്ടിയിട്ടു. വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. തൻ്റെ പെൺസുഹൃത്തിനെ വിളിച്ചു വരുത്തുകയാണ്. എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു ആ പയ്യന് ആ പെൺകുട്ടിയോട്, അല്ലേ? അതുകൊണ്ടാണല്ലോ ആ പയ്യന് സ്നേഹമുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഈ പെൺസുഹൃത്ത് വിളിച്ചപ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. ആ പെൺകുട്ടിയെ പോലും വളരെ നിഷ്ഠൂരമായ രീതിയിൽ മുഖത്താണ് മുറിവുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ചുറ്റിക്കൊണ്ട് തലക്കടിച്ചാണ് കൊന്നിരിക്കുന്നത്. അപ്പം ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്യാനുണ്ടായ ചേതോവികാരം എന്താണ്? ഒരു സാധാരണ നോർമൽ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് സാധ്യമാവില്ല. അപ്പോൾ അതിനുമപ്പുറം ഒരുപക്ഷെ ഏതെങ്കിലും മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്ര കൂളായിട്ട് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. കൊലപാതകം ചെയ്ത ഒരാൾക്ക് ആ കയ്യിലെ രക്തക്കറ കഴുകിക്കളയുമ്പോഴെങ്കിലും അവന് ഒരു അല്പം ഉളുപ്പ് തോന്നും. ഇവിടെ അതില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മൂടി വയ്ക്കരുത് മാതാപിതാക്കള്. അത് അറിയിക്കേണ്ടവർ അറിയിക്കണം, അതിനുള്ള പരിഹാരം കണ്ടെത്തണം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ചെറുപ്പകാലത്താണ് ഒരു ബാങ്ക് മോഷണം നടത്തിയ ഒരു പയ്യൻ, ആ പയ്യൻ്റെ അമ്മ പോലീസിന് വിവരം അറിയിച്ചു. ബാങ്ക് കൊള്ളയടിച്ചിട്ട് ഈ പയ്യൻ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലേക്ക് പോലീസുകാരെ വിളിച്ചു വരുത്തി, ഇതാണ് എൻ്റെ മകൻ, നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോ എന്ന് പറഞ്ഞ് ആ അമ്മ മകനെ പോലീസുകാരെ ഏൽപ്പിച്ചു. അതുപോലെ അപ്പോൾ അതൊരു മാതൃകയാണ്. എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു മാതൃകയാവണം. കുട്ടികളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റിനെ മൂടി വയ്ക്കാൻ ശ്രമിക്കരുത്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു ജയിലിൽ ജയിലിലടച്ച പ്രതിയെ കാണാൻ വേണ്ടി സ്വന്തം അമ്മ ചെല്ലുക. അപ്പോൾ ആ പ്രതി അമ്മയോടൊരു രഹസ്യം പറയാണ്ട് അമ്മ ഈ അഴിയുടെ അടുത്തേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാൻ പറയുന്നു. അപ്പം അമ്മ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചെവി കാണിച്ചു കൊടുത്തു. രഹസ്യം പറയുകയല്ലേ, അപ്പം അടുത്തൊക്കെ പോലീസുകാർ നിൽപ്പുണ്ടല്ലോ, അവർ കേൾക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ചേർന്ന് നിന്ന് ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നിന്നപ്പോൾ എന്ത് ചെയ്തു, മകൻ ആ അഴിക്കുള്ളിലൂടെ പുറത്തേക്ക് തല മുഴുവനും കടന്നില്ല, കടത്താൻ പറ്റിയില്ല. എന്ത് ചെയ്തു, ഈ അമ്മയുടെ ചെവി കടിച്ചു പറിച്ചെടുത്തു ആ മകൻ. നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് പോലീസുകാർ ചോദിച്ചപ്പം പറയാ, ഞാൻ ചെറുപ്പത്തിൽ ഒരു അടയ്ക്ക മോഷ്ടിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ ഒരു ചെറുവടി എടുത്തടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇത്ര വലിയൊരു തെറ്റ് ചെയ്ത് ഈ ജയിലിൽ അടയ്ക്കേണ്ടി വരില്ലായിരുന്നു എന്ന്, എനിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന്. അന്ന് എൻ്റെ അമ്മ എന്നെ തിരുത്തിയില്ല എന്ന്. മനസ്സിലാവും, മോഷണക്കുറ്റത്തിനാണ് ഈ പയ്യൻ ജയിലിലായത്. അപ്പം അങ്ങനെയുള്ള കഥകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളെന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കുട്ടികളുടെ തെറ്റുകൾ നമ്മൾ മൂടി വയ്ക്കരുത്. അതുപോലെ തന്നെ മുറി അടച്ചിട്ട് ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും റൂമിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മളത് പലവട്ടം നിരീക്ഷിക്കണം. ഇവൻ എന്താണ് ചെയ്യുന്നത്, ഈ കുട്ടി എന്താണ് അകത്ത് ചെയ്യുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് റൂം അടച്ചിടുക, അത് കുറ്റിയിടണമെന്നില്ല. ചില ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുറ്റിയിട്ടിട്ട് അകത്തിരിക്കും. വേറെ ആരും ആ കുടുംബത്തിലില്ല, മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. എന്തിനാണ് കുറ്റിയിടുന്നത്? ചോദിക്കണം. നിങ്ങളത് ചെറുപ്പം മുതലേ ചോദിക്കണം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ആ കുട്ടികളോട് പ്രവർത്തിക്കണം. അപ്പം നമ്മളുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ആ സ്വാതന്ത്ര്യം അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ എത്രയും പെട്ടെന്ന്, നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ചില കുട്ടികൾ പണം ചോദിക്കും, അപ്പം നമുക്കവരെ അതിനെ എതിർക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കർണക്കുറ്റിക്കായിരിക്കും അടി കിട്ടുന്നത്. അപ്പം അങ്ങനെ പേടിയുള്ള രക്ഷിതാക്കളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിയമപരമായൊരു സഹായം തേടിക്കൊണ്ട് ഇവരെ വല്ല റീ അഡിക്ഷൻ സെൻ്ററുകളിൽ ഈ കുട്ടികളെ എത്തിച്ച് അതിനുള്ള ചികിത്സ കൊടുത്ത് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷ രക്ഷിതാക്കളോടാണ്, നമ്മൾ ഇത്തരം കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കരുതേ. നിങ്ങൾക്ക് തന്നെ ഇതൊരു പാരയാകും. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക.